ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ചിപ്പി മോള് ബാഗിലേക്ക് ആ ട്രോഫി എടുത്ത് വെക്കുക കേട്ടോ. കുറച്ച് ബുക്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആയ ചോദിക്കേണ്ട, ആഹാ കൊള്ളാലോ, ഈ ട്രോഫി ആയിട്ടാണോ ഇഷിത ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് പോകാൻ പോണത്? ആ, ഈ ട്രോഫി ആയിട്ടാണ് പോകാൻ പോണത്. അതെന്താ മോളെ? ആ, അതൊരു രഹസ്യമാണ്. എന്ത് രഹസ്യം? ആയെടുത്ത് പറയില്ലേ? അത് ഞാൻ ആയെടുത്ത് പറയാം, പക്ഷേ ഇപ്പം ഞാൻ ആയൻ്റെ അടുത്ത് പറയില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറയാണ്. ആയിക്കോട്ടെ എന്ന് പറയാണ്. ആ സമയം നമ്മുടെ രജനിയാണെങ്കിൽ സന്തോഷത്തോടു കൂടി തന്നെ ആകാശിൻ്റെ അടുത്തേക്ക് വരുക കേട്ടോ. ആകാശ്, ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? അതെന്താടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ രചന ആ ഫോട്ടോ എടുത്ത് ആകാശിനെ കാണിക്കുക കേട്ടോ. ആ, ഇത് കൊള്ളടോ, വേൾഡ് ബെസ്റ്റ് മം, കൊള്ളാലോ ഇത്. അതെ, ചിപ്പി എന്നെ വളരെയധികം സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ താൻ ആ കാര്യത്തിൽ വിജയിച്ചു അല്ലേ, അവളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ? അതെ, അവളുടെ മനസ്സിൽ ഇപ്പം ഞാൻ വേൾഡിൽ തന്നെ ബെസ്റ്റ് മമ്മായി മാറിയിരിക്കുന്നു. കൊള്ളാടോ, നല്ല അച്ചീവ്മെൻറ്റ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ചിപ്പി അങ്ങോട്ടേക്ക് വരും കേട്ടോ. ഹലോ, നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ്. ആഹാ കൊള്ളാലോ, ഇതെന്താ ബാഗിൽ? വാ, ഞാൻ ബാഗ് പിടിക്കാം. വേണ്ട വേണ്ട, ബാഗ് ഞാൻ പിടിച്ചോളാം. അല്ല, ഞാൻ പിടിക്കാൻ കുഴപ്പമില്ലെന്ന് രചന പറയുമ്പോൾ വേണ്ട വേണ്ട, അതിനുള്ള സ്റ്റാമിനയൊക്കെ എനിക്കുണ്ട് എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ ആകാശ് ചിപ്പിനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. മോളെ ചിപ്പി, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും, അതെ ഞാനൊരു തീരുമാനം എടുത്തു. എന്ത് തീരുമാനം? ഇപ്പം മോളുടെ അമ്മ ബെസ്റ്റ് മമ്മ അല്ലേ? ആ അതെ, ബെസ്റ്റ് മമ്മ തന്നെയാണ്. അപ്പോൾ ഞാൻ ബെസ്റ്റ് ഡാഡ് ആവാൻ വേണ്ടി തീരുമാനിച്ചു. മോളുടെ അമ്മേനെ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആഹാ, അടിപൊളി, കൊള്ളാം, നല്ല തീരുമാനം, കൺഗ്രാജുലേഷൻസ് എന്ന് പറയണം. ആഹാ കൊള്ളാലോ, അപ്പം ഞാൻ മോളുടെ അമ്മേനെ വിവാഹം കഴിക്കണില്ലേ? മോൾക്ക് സമ്മതമാണല്ലേ? പിന്നെ എനിക്ക് പൂർണ്ണ സമ്മതമാണ്, നിങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കണം എന്ന് പറയാണ്. ആഹാ നോക്കിക്കേ ആകാശ്, എൻ്റെ മോള് പറഞ്ഞത് എനിക്കിതിൽ കൂടി സന്തോഷം, വേറൊന്നും വേണ്ട. അതേടോ, എനിക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ മഹേഷിന് ഇഷ്ടപ്പെട്ടതും അവനിഷ്ടപ്പെട്ടതെല്ലാം ഞാൻ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുക. അവൻ ഞാൻ ബിഗ് സീറോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യം അവൻ്റെ ഭാര്യേനെ, ഇപ്പോൾ അവൻ്റെ മോളെ ഞാൻ കയ്യിലെടുത്തു എന്നൊക്കെ ആകാശ് പറയുമ്പോൾ രചന ചോദിക്കുന്നുണ്ട്, ആകാശേ അപ്പോൾ നീ അങ്ങനെയാണോ എന്നെയും മോളെയും കാണുന്നത്? മഹേഷിന് തറ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും സാധനങ്ങൾ മാത്രമാണ് ഞങ്ങൾ? അയ്യോ, അങ്ങനെയല്ല രചന ഞാൻ ഉദ്ദേശിച്ചത്. അവന് തറ പറ്റുമല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. നീ എൻ്റെ എപ്പോഴും ഫേവറേറ്റ് അല്ലേ, മൈ ഡയമണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുന്നരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിട്ട്. ശരി, നമുക്ക് ഇറങ്ങാമെന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ വിനോദിനെയാണ് കാണിക്കണത്. വിനോദ് നമ്മുടെ സ്വപ്നവലിനെ സ്വപ്നവലിനെ വിളിക്കുക കേട്ടോ. സ്വപ്നവലി അപ്പോൾ ഇങ്ങനെ കരയിനോണ്ടിരിക്കുകയാണ്. എന്താ അമ്മ എന്തിനാണ് വിഷമിക്കണത്? ഹേയ് ഒന്നുമില്ല മോനെ, എനിക്ക് മനസ്സിലായി. അത് പറയാണ്. മോനെ, ഒരു സന്തോഷ വാർത്തയുണ്ട്, ഒരു ദുഃഖ വാർത്തയുണ്ട്, ഏത് ആദ്യം പറയേണ്ടത്? ആദ്യം സന്തോഷ വാർത്ത തന്നെ പറഞ്ഞോളൂ എന്ന് വിനോദ് പറയാണ്. ആ എങ്കിൽ നിൻ്റെ ചേട്ടൻ വിവാഹം കഴിക്കാൻ വിവാഹം ഉറപ്പിച്ചു എന്ന് പറയാണ്. ആ കൊള്ളാമേ, എനിക്ക് സന്തോഷമായി. അവൻ്റെ ആദ്യ വിവാഹം ഒരു പരാജയമായിരുന്നു മോനെ. അവൾ വേറൊരുത്തിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അവളൊരു ചീത്ത സ്വഭാവമുള്ളൊരു പെണ്ണായിരുന്നു എന്ന് പറയാണ്. ആ കഥകളൊന്നും എനിക്കറിയില്ല അമ്മേ, ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായില്ലല്ലോ, ഇപ്പോഴാണ് ഓരോന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്കൊരു കുഞ്ഞു മാലാഖയുണ്ട്. ആഹാ കൊള്ളാലോ, എത്ര വയസ്സായി മോൾക്ക്? 5 വയസ്സാവുന്നു എന്ന് പറയാണ്. എനിക്ക് കാണണം, നമ്മുടെ അടുത്ത തലമുറയല്ലേ? അതെ, നല്ല മിടുക്കി മോള എന്ന് പറയാണ്. എനിക്ക് കാണണം, അവൾ കൊച്ചിനെ എനിക്ക് കണ്ടേ പറ്റൂ എന്ന് വിനോദ് പറയാട്ടോ. പിന്നെ ഇനി ദുഃഖവാർത്ത എന്താണെന്ന് അമ്മ പറയാതെ തന്നെ ഞാൻ പറയട്ടെ എന്ന് വിനോദ് പറയാണ്. പറഞ്ഞു, ചേട്ടൻ എന്നെ വിവാഹം വിളിക്കണ്ട എന്ന് പറഞ്ഞു അല്ലേ എന്ന് പറയുമ്പോൾ സ്വപ്നം വലിയ കരയാട്ടോ. അമ്മ വിഷമിക്കേണ്ട അമ്മേ, ഇന്നല്ലെങ്കിൽ നാളെ ചേട്ടൻ എന്നെ വിളിക്കും, എനിക്ക് ഉറപ്പാണ്. ഞാൻ ചേട്ടനെ കാണാൻ പോയായിരുന്നൊരു ദിവസം. എന്നിട്ട് എന്താ ചേട്ടനോട് മാപ്പൊക്കെ ചോദിച്ചു. ചേട്ടൻ ക്ഷമിച്ചില്ല, പക്ഷെ എനിക്കറിയാം എൻ്റെ ചേട്ടൻ്റെ സ്വഭാവം. ഇന്നല്ലെങ്കിൽ നാളെ ക്ഷമിക്കും. ഞാൻ വരും അമ്മേ, ചേട്ടൻ്റെ പുതിയ ചേച്ചിയുടെ കൂടെയും അതുപോലെ നമ്മുടെ കുഞ്ഞു മാലാഖയുടെ കൂടെയൊക്കെ ജീവിക്കാൻ ഞാൻ വരും എന്ന് വിനോദ് ഉറപ്പ് കൊടുക്കുക കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ രചനേനെയും അതുപോലെ തന്നെ ആകാശും ചിപ്പിയും കൂടിയിട്ട് നേരെ അവരുടെ ഫ്ലാറ്റിൻ്റെ മുമ്പിലേക്ക് വന്നിരിക്കുക കേട്ടോ. പാർക്ക് ചെയ്യണ മുമ്പ് തന്നെ ആ കാഴ്ച അവർ കാണുവാണ്. മഹേഷും ഇഷിതയും കൂടി ഒരു വണ്ടിയിൽ വന്നിറങ്ങുവാണ്. അങ്ങനെ മഹേഷ് ഇഷിത വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോകുമ്പോഴേക്കും മഹേഷ് വിളിക്കുക കേട്ടോ. ഇഷിത ഒന്ന് നിൽക്കാവോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ മഹേഷ് എന്ന് ഇഷിത ചോദിക്കുമ്പോഴേക്കും മഹേഷ് പറയണ്ട, അതെനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ട്, പറഞ്ഞോളൂ എന്ന് ഇഷിത പറയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ രജനി ആകാശം വണ്ടിയിൽ തന്നെ നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആകാശ് പറയുന്നുണ്ട്, രജനി തനിക്കിപ്പോഴും തോന്നണില്ല കേട്ടോ? തോന്നുന്നില്ല, അവർ നെയ്ബേഴ്സ് അല്ലേ, സംസാരിച്ചപ്പോൾ എന്താ കുഴപ്പം? നെയ്ബേഴ്സ് മാത്രമല്ല, അവർ ഒരുമിച്ച് ആ വണ്ടിയിലേക്ക് വന്ന് ഇറങ്ങിയത്. അതിനെന്താ, ഇഷിതയുടെ വണ്ടി പണി മുടക്കിയിട്ടുണ്ടാവും, അതുകൊണ്ട് മഹേഷ് ലിഫ്റ്റ് കൊടുത്ത്, അതത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ്. ശേഷം മഹേഷ് പറയണ്ട്, അത് വിവേകിൻ്റെ കാര്യമോ എനിക്ക് പറയാനുള്ളത്. വിവേകിൻ്റെ എന്ത് കാര്യമോ മഹേഷിനെ പറയാനുള്ളത്? അറിയാലോ, അവനെൻ്റെ അനിയനെ പോലെ തന്നെയാണ്. സുചിത്രയായിട്ടുള്ള ഇഷ്യൂ കഴിഞ്ഞ പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല. അവനെ ഓഫീസിൽ നിന്ന് ഞാൻ ഗെറ്റ് ഔട്ട് അടിച്ചു. അമ്മയും അവനെ വിളിച്ചിട്ടൊന്നുമില്ല, ഞങ്ങളുടെ വീടായിട്ട് ഇപ്പോൾ അവനൊരു ബന്ധവുമില്ല. പക്ഷേ എന്നെ കാണുന്നത് പോലെ തന്നെയാണ് വിവേകിനെ അമ്മ സ്നേഹിച്ചത്. അതുകൊണ്ട് എൻ്റെ ഒരു വിവാഹം ആകുമ്പോഴേക്കും
അവനെ വിളിക്കണ്ടേടോ, അതൊരു ചീത്ത നാണക്കേടല്ലേ വിളിച്ചില്ലെങ്കിൽ. മഹേഷിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ മഹേഷ് വിളിച്ചോളൂ എന്ന് പറയാണ്. എനിക്ക് വിളിക്കണതിന് കുഴപ്പമിട്ടല്ല, പക്ഷെ കല്യാണത്തിന് സുചിത്ര ഉണ്ടാവുമല്ലോ, സുചിത്രക്ക് അതൊരു ഫീൽ ആവില്ലേ? അത് ശരിയാ, പക്ഷെ എന്നാലും മഹേഷിനെ വിനോദിനെ വിവേകിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ വിവേകിനെ വിളിച്ചോളൂ, അപ്പോൾ തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? കുഴപ്പമൊന്നുമില്ല എന്ന് ഇഷിത പറയാണ്. താങ്ക് യു സോ മച്ച് ഇഷിത എന്ന് പറയുന്നുണ്ട് മഹേഷ്. ശേഷം മഹേഷ് വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് പോവാണ്. ഇഷിത അകത്തേക്ക് പോകാൻ പോകുമ്പോഴേക്കോ പെട്ടെന്ന് തന്നെ നമ്മുടെ ചിപ്പി കിടന്ന് ചാടി ഇങ്ങനെ ഇറങ്ങും കേട്ടോ. അമ്മേന്ന് പറഞ്ഞിട്ട് ചിപ്പി വേഗം തന്നെ ഇഷിതയുടെ അടുത്തേക്ക് പോവാണ്. മോളേന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ് ഇഷിത. ആ സമയത്ത് ആകാശ് രചനയുടെ അടുത്ത് പറഞ്ഞു, എടോ തനിക്ക് ഇപ്പോഴൊന്നും തോന്നണില്ലേ? എന്ത് തോന്നാൻ? അവർ തമ്മിൽ സംസാരിച്ചു, അത്രയേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇഷിത അടുത്തൊന്ന് സംസാരിക്കാം, അവളുടെ മനസ്സിലെന്താന്ന് ഞാനൊന്ന് അറിയട്ടെ. അവൾ പറയോ? ഞാൻ അവളുടെ ഫ്രണ്ടല്ലേ, പറയും. എന്താ അവർ സംസാരിച്ചത് ഞാൻ ചോദിച്ചിട്ട് വരാം എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ രചന വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന രചന പെട്ടെന്ന് തന്നെ നമ്മുടെ ചിപ്പി പറയേണ്ട, അമ്മ അതെ ഞാൻ നമ്മുടെ ഇഷിത പറയണ്ട, അതേ മോളെ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ അമ്മയെന്ന് വിളിക്കില്ലേട്ടെ, എല്ലാവരുടെ മുമ്പിൽ ഞാൻ വിളിക്കില്ലെന്നേ. എന്നാൽ ഞാൻ മുകളിലേക്ക് പോയിക്കോട്ടെ, മോൾക്ക് ഫ്ലാറ്റ് അറിയാമോ? പിന്നെ അറിയാലോ, 100 അല്ലേ, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പി മുകളിലേക്ക് ഓടിപ്പോട്ടെ. ആ സമയത്ത് രചന ഇഷിതയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇഷിത വളരെ നന്ദി ഇടട്ടെ രചന, ചിപ്പിനെ ഇന്നത്തെ ദിവസം എൻ്റെ കൂടെ അയച്ചതിന്. അതൊക്കെ പോട്ടെ, കുഴപ്പമില്ല, നാളെ രാവിലെ മോളെ കൊണ്ടുവന്നാക്കിയാൽ മതി. എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുണ്ട് ഇഷിത അടുത്ത്. ഇഷിതയുടെ കല്യാണക്കാരൊക്കെ എവിടെയും വരെയായി? ഉറപ്പിച്ചു ഡേറ്റ്? ഉറപ്പിച്ചു, 22nd. ഓ വാവ് ഗ്രേറ്റ്, 23rd കോടതി കൂടുന്നത്. എനിക്കറിയാം. അല്ല മഹേഷിൻ്റെ കല്യാണം ഉറപ്പിച്ചോ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്ന് ഇഷിത പറയാണ്. അല്ല മഹേഷായിട്ട് ഒരുപാട് നേരം സംസാരിച്ചല്ലോ, എന്താ സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് പേഴ്സണൽ കാര്യമാണ്, അയാൾ എൻ്റെ നെയ്ബറാണ്, അപ്പോൾ ചില കാര്യങ്ങൾ സംസാരിച്ചെന്ന് വരുമല്ലോ. ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ ഇഷിത ഡോക്ടറിൻ്റെ വിവാഹം ഉറപ്പിച്ചു അല്ലേ? ഉറപ്പിച്ചു, 22nd. എന്തായാലും എൻ്റെ ഹാപ്പി കൺഗ്രാജുലേഷൻസ്. താങ്ക് യു, എന്നാൽ ഞാൻ പോയിക്കോട്ടെ എന്ന് ഇഷിത പറയാണ്. ശരി എന്ന് പറയാണ്ട് അങ്ങനെ ഇഷിത അകത്തേക്ക് പോവുകയാണ്. രചന തിരിച്ച് വണ്ടിയിലേക്ക് കയറിയിട്ട് ആകാശിനോട് പറയുന്നുണ്ട്, ഒന്നും പേടിക്കാനില്ല, ഇഷിത ഡോക്ടറിൻ്റെ വിവാഹം ഉറപ്പിച്ച് 22nd. പിന്നെ മഹേഷായിട്ട് സംസാരിച്ചത് ഒരു കോമൺ ടോക്ക്, അത്രയേ ഉള്ളൂ. തനിക്ക് ഉറപ്പാണോ? പിന്നെ ഉറപ്പല്ലാണ്ട്. എന്നാൽ ഇഷിത വിവാഹം കഴിക്കാൻ പോവാം, അടുത്ത ആഴ്ച വിവാഹം. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ശരി എന്ന് നമുക്ക് പോയാലോ? പോകാം. അങ്ങനെ ആകാശും അതുപോലെ തന്നെ രചനയും കൂടി അവിടെ നിന്ന് അങ്ങോട്ട് പോവാട്ടോ. ചിപ്പി നേരെ പോണത് നമ്മുടെ ഇഷിതയുടെ ഫ്ലാറ്റിലേക്കാണ്. അമ്മുമ്മേ അപ്പുപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അപ്പുപ്പ ആദ്യം മാഷിനെ കെട്ടിപ്പിടിക്കണം. മോള് വന്നോ എന്ന് പറഞ്ഞിട്ട് മാഷിനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ പ്രിയാമണി വരുമ്പോൾ അമ്മുമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കണം. ആ സമയത്ത് സുചിത്ര വരുന്നുണ്ട്. ഹായ് മോളെ എന്ന് പറയുമ്പോഴേക്കും എന്നെ കെട്ടിപ്പിടിക്കില്ലേ? ഇനി ഓനോനോനോ അതെ, സുജിമോളെ കെട്ടിപ്പിടിക്കണേക്കാളും മുമ്പ് എനിക്ക് അഷിതാമ്മനെ കെട്ടിപ്പിടിക്കണം. അഷിതാമ്മയെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. മോള് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് അഷിത കെട്ടിപ്പിടിക്കുന്നുണ്ട്. ശേഷം സുചിത്രനെ കെട്ടിപ്പിടിക്കണം. സുജിമോള് ഭക്ഷണം കഴിച്ചു എന്ന് നമ്മുടെ ചുപ്പി ചോദിക്കുകയാണ്. കഴിച്ചല്ലോ. ഉറങ്ങിയോ? ഇല്ല. എന്നാൽ കിടന്ന് ഉറങ്ങിക്കഴിയുമ്പോഴേക്കും ഭക്ഷണം ആകുമ്പോഴേക്കും ഞങ്ങൾ വിളിച്ചോളാം എടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാവരും കൂടി ചിപ്പിനെ കൊഞ്ചിക്കുമായിട്ട് അങ്ങനെ എല്ലാവരും കൂടി കളിപ്പിക്കുകയാണ്. ശേഷം എല്ലാവരും ഭയങ്കര കളിച്ചിരി തമാശകളായിട്ട് അവിടെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഈശ്വർ വരുന്നുണ്ട്. അച്ഛാ ദേ വെഡ്ഡിങ് കാർഡിൽ ഡിസൈൻ കിട്ടി എന്ന് പറഞ്ഞിട്ട് വെഡ്ഡിങ് കാർഡ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇഷിത അകത്തേക്ക് കയറാൻ പോകുമ്പോഴേക്കും നമ്മുടെ ചിപ്പി വേഗം തന്നെ ഇഷിതേനെ കെട്ടിപ്പിടിക്കണം. അമ്മേ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുക. മോളെന്ന് പറഞ്ഞിട്ട് ഇഷിതയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വെഡ്ഡിങ് കാർഡിൻ്റെ ആ ഒരു ഡിസൈൻ നമ്മുടെ ഇഷിതയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഈശ്വർ. ആ സമയത്ത് മാഷും അതുപോലെ തന്നെ പ്രിയാമണിയും പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഇഷിത അഭിപ്രായം പറയാൻ പോകണമെന്നില്ലല്ലോ. ഇഷിത പറയുന്നുണ്ട് നിങ്ങളെന്താ വെച്ചാൽ തീരുമാനിച്ചോളൂ, എനിക്ക് കുഴപ്പമില്ലെന്ന് പറയാണ്. ചിപ്പിയുടെ അഭിപ്രായം ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ചിപ്പിയുടെ ചോദിക്കണം ഏത് വെഡ്ഡിങ് കാർഡ് വേണമെന്ന് ചോദിക്കുമ്പോൾ ചിപ്പി ഒരു വെഡ്ഡിങ് കാർഡ് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് മതി. കൊള്ളാലോ എന്ന് പ്രിയാമണിയും പറയുന്നുണ്ട്. എൻ്റെ പൊന്നു മോളാണെന്ന് പറഞ്ഞിട്ട് ചിപ്പിനെ ഉമ്മയൊക്കെ വെക്കുകയാണ്. ശേഷം നമ്മുടെ ഇഷിതേൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പി കെട്ടിപ്പിടിച്ചിട്ട് അകത്തേക്ക് കയറി പോകുക കേട്ടോ. അത് കാണുമ്പോൾ പ്രിയാമണി കരയുവാണ്. എന്താണ് താൻ കരയണതെന്ന് മാഷ് ചോദിക്കുമ്പോൾ അവരുടെ സ്നേഹം കണ്ടില്ലേ, ഇപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. എൻ്റെ മോൾക്കും സന്തോഷമായല്ലോ. അതേടോ, നമ്മൾ ഒരുപാട് നാളെ കാണാൻ ആഗ്രഹിച്ച കാഴ്ച, നമ്മുടെ മോളെ ഒരു കുഞ്ഞ് അമ്മയെന്ന് വിളിക്കുന്നു. അതെ, എനിക്ക് സന്തോഷമായി മാഷെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുക കേട്ടോ. ശേഷം ഇഷിത റൂമിലേക്ക് പോകുകയാണ്. ഇഷിത റൂമിലേക്ക് പോകുമ്പോൾ തന്നെ ചിപ്പിയും റൂമിലേക്ക് വരുന്നുണ്ട്. ശേഷം ബാഗ് തുറന്നിട്ട് ചിപ്പി കണ്ണടയ്ക്കാൻ പറയുന്ന ഇഷിത കണ്ണടയ്ക്കുന്നുണ്ട്. ശേഷം ആ മൊമെൻറ്റം നമ്മുടെ ചിപ്പി ഇഷിതയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇഷിതത്ത് കണ്ണുറക്കാൻ പറയുമ്പോൾ ഇഷിത അത് നോക്കുവാണ്. വേൾഡ് ബെസ്റ്റ് മം എന്ന് പറഞ്ഞിട്ട് വായിക്കുമ്പോഴേക്കും ഇഷിതയുടെ കണ്ണ് നിറയാട്ടോ. ഞാനാണ് വേൾഡ് ബെസ്റ്റ് മം, പിന്നെ അല്ലാതെ എന്ന് പറയാണ്. അങ്ങനെ ഇഷിത നമ്മുടെ ചിപ്പിനെ കെട്ടിപ്പിടിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ അവർ പരസ്പരം കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.